ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് ആമ്പൂരിനടുത്തുള്ളൊരു സ്ഥലത്താണ്, തമിഴ്നാട്ടിലെ. നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡിന് വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇനി തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഏകദേശം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറൗണ്ട് ഒരു 150 കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട്. എനിക്ക് ടെണ്ണാറിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, ബാക്ക് കാണുമ്പോൾ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ. പക്ഷേ ഫ്രണ്ട് എനിക്ക് അത്ര ടെണ്ണാറിൻ്റെ വലിയ ഇഷ്ടമല്ല, അതൊരു ഭീകര ലുക്ക് തന്നെ ബാക്കും നോക്കും കേട്ടോ. സോ നമ്മൾ പോവാണ്. ഇനി നമ്മൾ ബാംഗ്ലൂർ വരെ ഉള്ള ഒരു റൈഡ് എടുക്കുന്നില്ല, നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. കൃഷ്ണഗിരി നമുക്കൊരു ടോൾ വരുന്നുണ്ട്, അവിടെ എത്തിയിട്ട് നമുക്ക് വീഡിയോ ഒന്ന് അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. നമ്മൾ 2 പേരേ ഉള്ളൂ. ഒന്ന് നമ്മൾ ടെണ്ണാറും, നമ്മൾ ഷോയബ്രോയുടെ ടെണ്ണാറും, പിന്നെ നമ്മളെ ഫയർ ബ്ലേഡും. സോ ലെറ്റ്സ് ഗോ. പോം. പമ്പിൽ ക്യാമറ അല്ല, വേണ്ട. ഒരു മിനിറ്റ്. നമ്മൾ വണ്ടിയിൽ ക്യാമറ ഉണ്ട് ഫ്രണ്ടിലത്തെ, ജസ്റ്റ് അവിടെ ഒന്ന് ഫിക്സ് ചെയ്തോട്ടെ. പമ്പൊന്ന് മാറ്റാം. വീണ് പോകില്ലായിരിക്കും അല്ലേ? വീണ് പോയാൽ തീർന്നു. അപ്പോൾ സോ ക്യാമറ ബാക്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 360 നമ്മുടെ ഇൻസ്റ്റാ 360 ടെണ്ണറിൻ്റെ ബാക്കിൽ. സോ ലെറ്റ്സ് ഗോ. പോ. നല്ല ചൂടായിട്ടോ ഇവിടെ, പ്രത്യേകിച്ച് ഹ്യൂമിഡിറ്റി ഭയങ്കരമായിട്ട് കൂടുതലാണ്. കുറച്ചേരം ഒന്ന് വൈസർ ഓപ്പൺ ആക്കട്ടെ, കാരണം കാറ്റടിക്കട്ടെ. നന്നായിട്ട് വിയർക്കുന്നുണ്ടേ.
അധികം കൈ കൊടുക്കാൻ നിന്നില്ല, കാരണം ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ല, എന്താണെന്നറിയില്ല. കുറച്ച് കാലമായിട്ട് വണ്ടി ഓടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സ്പീഡ് പോകാനുള്ള ഒരു വല്ലാത്തൊരു പേടിയും എന്തോ ഒന്ന് മനസ്സ് കുടുങ്ങിയുണ്ട്. പെട്രോൾ അടിക്കാണ്ടായിരുന്നു, പുള്ളി നേരിട്ടങ്ങ് പോയി. പുള്ളിക്ക് അറിയില്ല, ഞാനാണെങ്കിൽ പറയാനും മറന്നുപോയി. അവിടെ ആയിരുന്നു. അവിടെ ഒരു പമ്പ് ഉണ്ടായിരുന്നു HP യുടെ, അവിടെ നമുക്ക് 95 കിട്ടുമായിരുന്നു. ഇനി എവിടെ ഉള്ളതെന്ന് എനിക്കല്ല ധാരണയില്ല. പെട്രോൾ അടിച്ചില്ലെങ്കിൽ അവിടെ ഇട്ടില്ല, കാരണം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഫുൾ ടാങ്ക് അടിച്ച് വന്നതാണ്. അപ്പോൾ തിരിച്ചു പോകാൻ എന്തായാലും പെട്രോൾ ഇതിൽ കാണത്തില്ല. ഒന്നുമില്ല, ജസ്റ്റ് ക്യാമറ ഒന്ന് സ്വൈപ്പ് ചെയ്യാനാണ്, ക്യാമറ മാറ്റാൻ. ഞാൻ അവിടെ ഒരു പമ്പ് ഉണ്ടായിരുന്നേ, അവിടുന്ന് മാറ്റാന്നാ വിചാരിച്ചേ. അല്ല വേണ്ടായിരുന്നു, അപ്പുറത്ത് വേറെ HP ഉണ്ടായിരുന്നു. ഓ ഷിറ്റ്. പോ. അടുത്ത പമ്പ്, അതൊരു പമ്പ് കാണുന്നുണ്ട് അവിടെ കേട്ടോ. പുള്ളി കേൾക്കുന്നില്ലെന്നോ, ഇയർ പ്ലഗ് ഇട്ടിട്ട്
അവിടെ ഒരു പമ്പ് കാണുന്നുണ്ട്, അവിടെ ഒരു പമ്പ് അതാ കാണുന്നുണ്ട്. കയറി വെക്കാം. ആ പമ്പും പോയി. അങ്ങനെ ഇന്ത്യൻ ഓയിൽ കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും വേണ്ട, തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് അടിച്ചിട്ടാണ് പോവാം. മറ്റേത് പണി പാടും. ഇതിപ്പോൾ മൂന്നാമത്തെ രണ്ട് പമ്പ് നമ്മൾ മിസ്സായി. മൂന്നാമത്തെ പമ്പാ ഇനി മിസ്സായി കഴിഞ്ഞാൽ പണി പാടും. തൽക്കാലം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കിട്ടുന്നത് എന്തായാലും വേണ്ടല്ലോ, കിട്ടുന്നുണ്ട് അടിക്കുക. നോർമലേ ഉള്ളൂ അല്ലേ? അവിടെ HP ഉണ്ടായിരുന്നു, പക്ഷേ സർവീസ് റോഡിലായിരുന്നു. ഇനിയിപ്പോൾ അടിക്കുക, വേറെ നിവർത്തിയിൽ. ഇല്ലേ? അപ്പോൾ അവിടെ എത്തുമോ? അവിടെ എത്തുമോ? എനിക്ക് എത്തൂല, ഞാൻ നോക്കിയില്ല. ഒരു നമ്മൾ 150 കിലോമീറ്റർ ഇപ്പോൾ ഓടിക്കാണോ? 180 30 ഒക്കെ കിട്ടുള്ളൂ. കിട്ടൂല, കുറച്ച് അടിച്ചേക്കാം. വേറെ എവിടെ നിങ്ങൾ അടിക്കുന്നുണ്ടോ? ഇനി വേറെ എവിടെ നിർത്തുന്നുണ്ടോ? അടിക്കുന്നുണ്ടോ? ഇനി കൃഷ്ണഗിരിയെ പമ്പുള്ളൂ. കൃഷ്ണഗിരിയിലെ പോവും. എൻ്റെ പോവില്ല, ഒരു 500 രൂപ അടിച്ചേക്കാം. അല്ല ഞാൻ ചോദിച്ചേ, കൃഷ്ണഗിരി പമ്പിൽ നിർത്തുമെന്ന് ചോദിച്ചേ. നിർത്തുമോ? എന്നാൽ പിന്നെ 500 അടിക്കാം. മറ്റേ ഫുൾ ടാങ്ക് അടിക്കണമെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടുന്ന് ഒരു 500 അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൃഷ്ണഗിരി എത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് നല്ല പെട്രോൾ അടിക്കാം. തൽക്കാലം വേറെ നിവർത്തിയില്ല, നമ്മൾ മിസ്സായിപ്പോയി. കാരണം പുള്ളിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ആ കറക്റ്റ് സ്പോട്ടിലെത്തിയപ്പോൾ പുള്ളി ഓട്ടോക്ക് ചെയ്ത് പോയത്. ഞാൻ കുറേ ഓൺ അടിച്ച് നോക്കി പുള്ളി, പക്ഷേ ഇയർ പ്ലഗ് ഉള്ളതുകൊണ്ട് പുള്ളിക്കൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും മറ്റേ റോഡിൻ്റെ ലൈന് വലിച്ചിട്ടില്ല കേട്ടോ. ആ ലൈനും കൂടെ ഒന്ന് വലിച്ച് സെറ്റാക്കിയാൽ കൂടെയാവും. റോഡ് കാണാൻ, വീഡിയോയിലൂടെ കാണാനൊരു ഒരു ഭംഗിയുണ്ടാവും. ഇതിനൊക്കെ മൊത്തത്തിൽ കറക്റ്റായി കൊടുക്കുന്നുണ്ട്, ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം നമ്മളങ്ങനെ കൃഷ്ണഗിരി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുക്കുന്നു, ബാംഗ്ലൂർ പോകുന്നു.
റൂമിൽ പോകുന്നു, വിശ്രമിക്കുന്നു. അതിനുമുമ്പ് നമുക്ക് പെട്രോൾ അടിക്കാണ്ട്. കാരണം നേരത്തെ അവിടെ നിന്ന് ഒരു 500 രൂപയുടെ പെട്രോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മണപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്യാണ്ട്. കാരണം അത് സാധാ പെട്രോളായിരുന്നു. പെട്രോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ പെട്രോൾ സ്റ്റേഷൻ നമുക്ക് മിസ്സായിപ്പോയി. നമുക്ക് കൃഷ്ണഗിരി ടോൾ വരുന്നുണ്ട്. ആ ടോളെന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. കാരണം നമ്മൾ അധികം അങ്ങനെ നന്നായിട്ടൊന്നും പൊളിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് പൊളിക്കാനായിട്ട് അങ്ങനെ കൂട്ടിന് ആരുണ്ടായിരുന്നില്ല. പുള്ളിയാണെങ്കിൽ ഒരു RPM കീപ്പ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ചില സ്ഥലത്തൊക്കെ ഞാനൊന്ന് പൊളിക്കാൻ നോക്കിയിട്ടുണ്ട്. മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു കാം ആൻഡ് ക്വയറ്റ് റൈഡായിരുന്നു ഇന്നത്തെ ഈ ഒരു റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ ടോളിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഇവിടെ നിർത്തി നമുക്ക് വീണ്ടും ഇനിയും പോകാൻ കിട്ടും അങ്ങോട്ട്. 100-200 കിലോമീറ്റർ ഇനിയും ഉണ്ട് ബാംഗ്ലൂരോട്ട്. പക്ഷേ അവിടെ അങ്ങോട്ടുള്ള വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ എല്ലാ വീഡിയോയിലും കാണുന്നതാണ്. സോ ഈ ടോളെത്തിയിട്ട് നമുക്ക് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അവിടെ നമുക്ക് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം. സോ ഗൈസ്, അപ്പം അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാമെന്ന് മറക്കരുത്. എന്തോന്നടേ ഇത്, കാറ് പോകുന്നൊക്കെ ഓരോരോ അപരാധങ്ങൾ. ടോള് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണോ എന്തോ. ഓ, അത് അങ്ങോട്ടുള്ള അവനെ പൊക്കി. അവൻ സ്മാർട്ടായതാ, വെറും സ്മാർട്ടല്ല, ഓവർ സ്മാർട്ടായതാ. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.